എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു ടോപ്പിക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്ന് പറയും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു വാർത്തയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാർത്തയുണ്ടായിരുന്നു. ഫേസ്ബുക്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം അവരെന്ത് ചെയ്യുന്നു? ഷട്ട് ഡൗൺ ചെയ്യുന്നു. അതിന് കാരണം അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം സ്വന്തമായി ഭാഷയുണ്ടാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ പറയുന്ന AI സുരക്ഷിതമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇന്നും ആൾക്കാർക്ക് ഒരു തർക്കമുണ്ട്. പക്ഷേ നമ്മൾ അതിന്റെ മറ്റൊരു വശം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ AI സംബന്ധിച്ച് AIക്ക് പാട്ടുപാടാൻ കഴിയും, AIക്ക് ഡാൻസ് കളിക്കാൻ കഴിയും, AIക്ക് ഓടാൻ കഴിയും, AIക്ക് നല്ല അന്തസ്സായിട്ട് പണിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു തലത്തിലേക്ക് നമ്മൾ AI ചർച്ച ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചിത്രം ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ദ പേഴ്സൺ ദാറ്റ് ഡസ് നോട്ട് exist.com എന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പടം വരും. ആ പടം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും അതേ ലാംഗ്വേജിൽ വീണ്ടും ഞാനത് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്തൊരു പടം വരും. ഈ പറയുന്ന പടമൊക്കെ AI ജനറേറ്റ് ചെയ്യുന്ന ചിത്രങ്ങളാണ്. ഇത്തരം ആൾക്കാർ ജീവിച്ചിരിപ്പില്ല, പക്ഷേ റിയലിസ്റ്റിക് ആയിട്ടുള്ള അത്തരം ചിത്രങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ ഏത് സാങ്കേതിക വിദ്യക്ക് സാധിക്കുന്നുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ AI ബന്ധപ്പെട്ടുകൊണ്ടുള്ള രസകരമായ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആമുഖം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലമാണ്. ചരിത്രപരമായ പശ്ചാത്തലം ആരംഭിക്കുന്നത് 1956 ഒരു കോളേജിൽ വെച്ചാണ്, ഒരു സമ്മേളനത്തിൽ വെച്ചാണ് ഔപചാരികമായിട്ട് എന്തിന് തുടക്കം കുറിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആശയം തുടക്കം കുറിക്കുന്നത്. പിന്നീട് കാലങ്ങൾ കടന്നു പോവുകയുണ്ടായി. 50കളുടെ കാലഘട്ടത്തിൽ തന്നെ AI എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ എന്ത് ചെയ്യുന്നടാ ഉത്ഭവിക്കുന്നു. ആ വാക്ക് അന്ന് ആദ്യമായി കൊണ്ടുവരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ജോൺ മക്കാർത്തിയാണ്. എന്താണ് ഉത്തരം? ജോൺ മക്കാർത്തി. അപ്പൊ ജോൺ മക്കാർത്തിയാണ് ആദ്യമായിട്ട് ഏത് വാക്ക് ഉപയോഗിക്കുന്നത്? AI എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പിന്നീട് നമ്മൾ 56 തുടങ്ങിയ ചരിത്രം പിന്നീട് കാലങ്ങൾ കടന്നു പോവുകയും ജോൺ മക്കാർത്തി എന്ന് പറയുന്ന വ്യക്തി ആദ്യമായി AI എന്ന വാക്ക് ഉപയോഗിക്കുകയും ചെയ്തതിന് ശേഷം 2022 നമ്മൾ എത്തുന്നു. അങ്ങനെ 2022 വളരെ പ്രധാനപ്പെട്ട ഒരു എവല്യൂഷൻ സംഭവിക്കുന്നു. GPT ജനറേറ്റീവ് പ്രീ ട്രെയിനിങ് ട്രാൻസ്ഫോമറിന്റെ ഉത്ഭവം. ആ ഉത്ഭവം AIയെ എവിടെ എത്തിച്ചിട്ടുണ്ട്? മുഖ്യധാരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്രപരമായ പശ്ചാത്തലം പറയുമ്പോൾ നമ്മൾ വെറും ഒരു 4 പോയിന്റിൽ പറഞ്ഞു എന്നുള്ളതല്ല. ആ ചരിത്രപരമായ പശ്ചാത്തലം 56 തുടങ്ങി പതുക്കെ കാലഘട്ടങ്ങൾ കടന്നു പോകുന്നു. ഓരോ സ്റ്റേജിൽ ഓരോരോ കാര്യങ്ങൾ നടന്നുപോയി. അതിപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു തലത്തിൽ എത്തിയിരിക്കുന്നത് 2022 എന്തിന്റെ ഉത്ഭവത്തോടു കൂടിയാണ്? GPT. അതാരെ മുഖ്യധാരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മുഖ്യധാരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണ് AI? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഡെഫിനേഷനേക്കാൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഡെഫിനിഷൻ രണ്ടാമത്തെ ഡെഫിനിഷനാണ്. 1950കളിൽ രൂപപ്പെടുത്തിയ AI എന്ന് പറയുന്ന പദം. ഓക്കെ, ആ പദം യന്ത്രങ്ങളാൽ മനുഷ്യബുദ്ധിയുടെ അനുകരണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അത് അനുകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആരുടെ? യന്ത്രങ്ങൾ അനുകരിക്കുന്നു. ആരെയാടാ? മനുഷ്യരെ. ഇപ്പൊ എന്നെ അനുകരിച്ചുകൊണ്ട് തൊട്ടപ്പുറത്ത് നിന്ന് ആക്ഷൻ കാണിക്കുന്നു ഒരു AI. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും, ഏതാണ് ഒറിജിനൽ എന്നുള്ള കൺഫ്യൂഷൻ വരും അല്ലേ? അപ്പോൾ യന്ത്രങ്ങളാൽ മനുഷ്യബുദ്ധിയുടെ അനുകരണത്തെ സൂചിപ്പിക്കുന്നതിനെ നമുക്ക് ഏത് വാക്കായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയും? AI എന്ന വാക്കുമായി ബന്ധപ്പെടുത്തി പറയാൻ കഴിയും. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ട് ടാലന്റ് അക്കാഡമി വരുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾ എന്ത് ചെയ്യുക? ഒന്ന് പരിശോധിക്കുക. 10 തലത്തിലുള്ള പരീക്ഷകളാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസർ, VFA, LGS. +2 തല പരീക്ഷകളാണ് ഫയർമാൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, CPO, സിവിൽ എക്സൈസ് ഓഫീസർ. ഇനി ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ SI, എക്സൈസ് ഇൻസ്പെക്ടർ പോലുള്ളത്. അപ്പോൾ ഇതെല്ലാം നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുള്ളത്, ഈ പറയുന്ന കേരള PSC എക്സാംസിന് 1 ടൈം ഫീയോടുകൂടി ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടി ടാലന്റ് അക്കാഡമി അഡ്മിഷൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? ബന്ധപ്പെടുക. ഇനി എന്തൊക്കെയാണ് AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയുടെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ്? അപ്പോൾ നോട്ട് ചെയ്യേണ്ടത് ഹെൽത്ത് കെയറിൽ നമുക്ക് ഉപയോഗിക്കാം, അതേപോലെ ബിസിനസ്സുകളിൽ നമുക്ക് ഉപയോഗിക്കാം, വിദ്യാഭ്യാസ മേഖലകളിൽ നമുക്ക് ഉപയോഗിക്കാം, ജുഡീഷ്യറിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് 2 ഉദാഹരണങ്ങളാണ് സുവാസും അതുപോലെ തന്നെ സൂപ്പേസ്. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി എന്തൊക്കെയായിരിക്കാം ഈ പറയുന്ന പ്രയോജനങ്ങൾ? മെച്ചപ്പെടുത്തിയ കൃത്യത, ഈ പറയുന്ന മെച്ചപ്പെടുത്തിയ തീരുമാനങ്ങൾ, വർദ്ധിച്ച ഉൽപാദനക്ഷമത, അതുപോലെ തന്നെ പരിവേഷണവും ബഹിരാകാശ ഗവേഷണവും.
അപ്പോൾ സ്വാഭാവികമായിട്ട് ദോഷങ്ങളുണ്ടാവും. ദോഷങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ജോലിയിൽ സ്ഥാനചലനം ഉണ്ടാവും. എന്നെപ്പോലെ ഇപ്പുറത്തൊരു AI പഠിപ്പിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പണി എന്ത് ചെയ്യും? പോയി കിട്ടൂലേ? അപ്പോൾ അതുപോലെ ജോലിയിൽ സ്ഥാനചലനം, ധാർമ്മിക ആശങ്കകൾ, സുരക്ഷാ അപകടങ്ങൾ, അമിതാശ്രയത്വം, സുതാര്യതയുടെ അഭാവം, ഇതെല്ലാം എന്തിൻ്റെ ദോഷമാണ് എന്ന് എനിക്ക് പറയാൻ കഴിയൂടാ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ദോഷമാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും. ഇനി മെയിനായിട്ട് 4 ടൈപ്പിലുള്ള, എത്ര ടൈപ്പിലുണ്ടാ? 4 ടൈപ്പിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്യുവർലി റിയാക്റ്റീവ്. എന്താണ് നമ്മൾ അതിനെ വിളിക്കുന്നത്? പ്യുവർലി റിയാക്റ്റീവ്. അത് വേറൊന്നുമില്ല, ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ട് അല്ലെങ്കിൽ ഒരു റോബോട്ട് ചെസ്സ് കളിക്കുകയാണെന്ന് വിചാരിക്കാം. ഓരോ ചെസ്സ് കളിയിലും അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്സ് എന്ത് ചെയ്യും? റെക്ടിഫൈ ചെയ്ത് അതിനെ എന്ത് ചെയ്യും? മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിനെയാണ് പ്യുവർലി റിയാക്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണ്. ഇനി രണ്ടാമത് ഒരു ടൈപ്പ് കൂടെ ഉണ്ട് കേട്ടോ. ആദ്യം നമ്മൾ പഠിച്ചത് പ്യുവർലി റിയാക്റ്റീവ് ആണ്. രണ്ടാമത്തതാണ് ലിമിറ്റഡ് മെമ്മറി. എന്താണ് അതിനെ നമ്മൾ വിളിക്കുക? ലിമിറ്റഡ് മെമ്മറി. അത് വേറൊന്നുമല്ല, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്, റെസ്റ്റോറൻറ്റ്സ് നിയർ മീ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള റെസ്റ്റോറൻറ്റുകളായിരിക്കും എന്ത് ചെയ്യപ്പെടുന്നത്? ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. സോ നിങ്ങൾ ഫോണിൽ ഉപയോഗിച്ച, ഗൂഗിളിൽ ഉപയോഗിച്ച ഡേറ്റകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്? സജഷൻസ് വരുന്നത്. ആ AI എന്ന് പറയുന്നത് എന്തുമായി ബന്ധമുള്ളതാണ്? ലിമിറ്റഡ് മെമ്മറി AI-യുമായി ബന്ധമുള്ളതാണ്. ഓക്കെയാണ്. അപ്പോൾ 2 നമ്മൾ പഠിച്ചു. ഇനി അടുത്ത നമുക്കുള്ളത് തിയറി ഓഫ് മൈൻഡ്. ഏതാണ്? തിയറി ഓഫ് മൈൻഡ്. അത് വേറൊന്നുമല്ല, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, സാമൂഹികമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയുള്ള AI. അപ്പോൾ അത്തരത്തിലുള്ള AI ആണെന്നുണ്ടെങ്കിൽ തിയറി ഓഫ് മൈൻഡ് എന്ന് വിളിക്കാം. ഇനി അടുത്ത 4ാമതൊരെണ്ണമുണ്ട് സെൽഫ് അവെയർ. 4ാമത്തെ ഏതാ പറഞ്ഞേടാ? സെൽഫ് അവെയർ. ഓക്കെയാണ്, സെൽഫ് അവെയർ. അത് മറ്റൊന്നുമല്ലടാ, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാധനമാണ്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന 3ാമത്തത് നമുക്ക് എത്തിയെന്ന് പറയാൻ സാധിക്കില്ല. സോഫി എന്നൊക്കെ പറയുന്നത് 100% ആയിട്ട് വരുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ബട്ട് സ്റ്റിൽ ഈ 4 എണ്ണമാണ് നമ്മുടെ AI എന്ന് പറയുന്നതിൻ്റെ 4 തലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്യുവർലി റിയാക്റ്റീവ്, ലിമിറ്റഡ് മെമ്മറി, തിയറി ഓഫ് മൈൻഡ്, സെൽഫ് അവെയർ, ഈ 4 വസ്തുക്കൾ അല്ലെങ്കിൽ ഈ 4 തരത്തിലാണ് AI ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ AI എത്രത്തോളം നമ്മളെ എന്ത് ചെയ്യുന്നുണ്ടാ? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ AI എങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം, അല്ലെങ്കിൽ AI എങ്ങനെ നമ്മുടെ ദിവസത്തെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെ ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്നതിന് മുമ്പ് ആദ്യം ചെക്ക് ചെയ്യുന്നൊരു സാധനമാണ് മൊബൈൽ എന്ന് പറയുന്നത്. ഈ മൊബൈലിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, മറ്റു പല സോഷ്യൽ മീഡിയ സൈറ്റുകളും ഉണ്ടാവും അല്ലേ? ആ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ നിങ്ങൾ ഷോർട്സ് കാണാറുണ്ട്. ഷോർട്സ് നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ടാ? സ്കിപ്പ് ചെയ്ത് പോകും. കാരണം ഓരോ ഷോർട്സും നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഷോർട്സുകളാണ് അല്ലേ? അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ്. ഈ ഒരു അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ പറയുന്ന കോട്ടിൽ പറയുന്ന വാചകം ഇങ്ങനെയാണ്. അതായത് ഇഫ് എ പ്രോഡക്റ്റ് ഇസ് ഫ്രീ ഫോർ യു, അതായത് നിങ്ങൾക്ക് ഒരു വസ്തു സൗജന്യമായി ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ആർ ദി പ്രോഡക്റ്റ്, നിങ്ങളാണ് ആ പ്രോഡക്റ്റ്. ഇവിടെ ഫേസ്ബുക്കും വാട്സാപ്പും നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് ആരാണ്? നമ്മളാണ്. അപ്പോൾ ഇഫ് എ പ്രോഡക്റ്റ് ഈസ് ഫ്രീ ഫോർ യു ദെൻ യു ആർ ദി പ്രോഡക്റ്റ്. അതെന്ത് ചെയ്യുക? ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ആ ഒരു കോട്ടോട് കൂടിയാണ് നമ്മൾ ഈ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളിലൊക്കെ നമുക്ക് എന്തിൻ്റെ ഒരു അതിപ്രസരം കാണാൻ സാധിക്കും? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു അതിപ്രസരം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് ഈ പറയുന്നത്. പിന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്യുക, നമ്മൾ വളരെ പ്രധാനമായിട്ട് നോക്കുന്ന ഒരു ഡാലി എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ റിലേറ്റഡ് സംഭവമുണ്ട്. അത് വേറൊന്നുമല്ല, നമുക്കിപ്പോൾ ഒരു പിക്ചർ ഉണ്ട്. ഇപ്പോൾ ഇതാണ് പിക്ചർ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ നിങ്ങൾക്കറിയില്ല. ഈ പറയുന്ന സ്ക്രീൻ വരെയുള്ള സ്പേസാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഒരു എക്സ്പ്രഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഫോട്ടോ എടുക്കുക, ഡാലിക്ക് കൊടുക്കുക. ഡാലി ഇതിൻ്റെ എന്ത് ചെയ്തു തരുവാടാ? എക്സ്റ്റൻഷൻ ചെയ്തു തരും. അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു എക്സ്റ്റൻഷൻ ഡാലി വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുവാടാ? കാണാൻ കഴിയും. ഇനി ഈ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെൻ്ററിയിൽ പരാമർശിക്കുന്നുണ്ട്. ദ സോഷ്യൽ ഡൈലമ എന്നാണ് ഡോക്യുമെൻ്ററിയുടെ പേര്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെൻ്ററിയും കൂടെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. അപ്പോൾ ഓഗസ്റ്റ് 5 ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട. അഡ്മിഷൻസ് ഉടൻ തന്നെ എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.